അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഐതിഹാസികമായി തീർന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഐഡിയൽ യൂത്ത് കോറിൻ്റെ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ ആധ്യക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സഹോദരൻ സാദിഖ് അലി, മുസ്ലിം ലീഗിൻ്റെ അഭിവന്യരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ സുബൈർ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കളെ, ഭാരവാഹികളെ, ഇന്നേ ദിവസം വെള്ളക്കടൽ രൂപീകരിച്ചുകൊണ്ട് അറബിക്കടലിൻ്റെ തീരത്തണഞ്ഞ ആദർശ നിബദ്ധതയുടെ പ്രതീകങ്ങളായി തീർന്ന ഐഡിയൽ യൂത്ത് കോറിൻ്റെ പ്രവർത്തകരായ എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗ് കർമ്മഭടന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ കോഴിക്കോട് നഗരിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയായി ഇന്നത്തെ ഈ രാത്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചില സമയത്ത് രാത്രിയും സൂര്യൻ ഉദിച്ചു എന്ന് വരും. പാതിരാവിൻ്റെ ഗർഭത്തിൽ നിന്നാണ് പല സൂര്യന്മാരും ഉദിച്ചുയർന്നിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ദശാസന്ധികൾ വലിയ രാവുകളായി തീരുമ്പോൾ, പരിസരത്ത് ഇരുട്ട് പടരുമ്പോൾ, ആ ഇരുട്ടിൽ നിന്ന് ജനസഞ്ചയങ്ങൾക്ക് മോചനം നൽകാൻ, വെളിച്ചം പടർത്താൻ പാതിരാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് നഗരത്തിൽ ഇന്നത്തെ ഈ ദിവസം അർദ്ധരാത്രിയോട് അടുക്കാൻ പോകുന്ന ഈ രാത്രിയുടെ വിശുദ്ധയാമങ്ങളിൽ ആദർശത്തിൻ്റെ ഒരു പുതിയ സൂര്യോദയത്തിനാണ് കോഴിക്കോട്ടെ കടപ്പുറം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന റാലിയും സമ്മേളനവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. യൂത്ത് ലീഗിനെ നയിച്ചവർക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ, ഒരു യുവജന സംഘടനയുടെ സമ്മേളനം എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ ക്രമസമാധാന പാലകന്മാർക്ക് തലവേദനയാണ്, മാധ്യമ പ്രവർത്തകർക്ക് ഉത്കണ്ഠകളാണ്, ആശങ്കകളാണ്. പക്ഷേ യൂത്ത് ലീഗിൻ്റെ 10,000-കണക്കിന് വരുന്ന പ്രവർത്തകർ ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ അടിവെച്ച് നീങ്ങിയ ആ റാലി, അതിനുശേഷം കടപ്പുറത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനം ആർക്കും തലവേദനയില്ല, ആർക്കും ആശങ്കകളില്ല. ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ഇരുട്ടിൻ്റെ ശക്തികൾക്ക് മാത്രമാണ്, ആശയുണ്ടെങ്കിൽ അത് സമാധാനത്തിൻ്റെ സ്നേഹികൾക്ക് മാത്രമാണ്. അങ്ങനെയുള്ള ഈ മഹാസമ്മേളനം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി തീരുകയാണ്. ഞാൻ സാദിഖ് അലിയെയും സി കെ സുബൈറിനെയും, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻകാല നേതാക്കൾ, നേരത്തെ നയിച്ചിരുന്ന ഷാജിയും ഷംസുദ്ദീനും അടക്കം, അതിനു മുമ്പ് നേതൃത്വം കൊടുത്തിരുന്ന മുനീർ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഈ വേദിയിലുണ്ട്. അവരുടെയൊക്കെ സുഹൃതത്തിൻ്റെ പൈതൃകമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത്. രണ്ട് നിറങ്ങൾ ചേർന്ന് ഒഴുകിയ ഒരു മഹാപ്രവാഹം ഇന്ന് കോഴിക്കോട് ദർശിച്ചു. ഒന്ന്, എല്ലാവരും വെള്ളവസ്ത്രധാരികളായി വന്നതുകൊണ്ടൊരു ശുഭ്രക്കടൽ കോഴിക്കോട്ട് രൂപാന്തരം പ്രാപിച്ചു. ഒന്ന്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സമിതി എല്ലാവരും പാർട്ടിയുടെ കൊടിയേന്തണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് നിങ്ങൾ ഈ റാലിയിൽ അണിചേർന്നവരൊക്കെ ഓരോരുത്തരുടെയും കയ്യിൽ ചന്ദ്രകലാങ്കിത ഹരിത പതാക ഏറ്റ് അതിങ്ങനെ ഒരു പ്രവാഹം കൊണ്ടപ്പോൾ ഒരു പച്ചക്കടലും രൂപാന്തരം പ്രാപിച്ചു. ഈ ശുഭ്രസാഗരവും ഈ പച്ചക്കടലും ഈ അറബിക്കടലിന്റെ തീരത്ത് തീർത്ത ഇതിഹാസത്തിന്റെ ചരിത്രം വർഷങ്ങൾ കഴിഞ്ഞാലും മായുകയില്ല, മറയുകയില്ല.
ഞാൻ പി ഭാസ്കരന്റെ ഒരു കാവ്യശകലം ഓർത്തു പോകുന്നു. പച്ചക്കടലിൽ മുങ്ങി നടന്നപ്പോൾ എന്ത് കിട്ടി? പച്ചക്കടലിൽ മുങ്ങി നടന്നപ്പോൾ എന്ത് കിട്ടി? മുത്ത് കിട്ടി, പവിഴം കിട്ടി എന്നാണ് അടുത്ത വരി. യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ ഇന്ന് തീർത്ത പച്ചക്കടലിൽ മുങ്ങിയാൽ ആദർശത്തിന്റെ പളുങ്ക് മണികളും മുത്തുമണികളും വാരിക്കോരി എടുത്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഇന്നത്തെ രാത്രി എൻ്റെ പ്രിയപ്പെട്ട അനുജ സഹോദരങ്ങളെ തിരിച്ചു പോകുന്നത്. ഈ രാത്രിയുടെ പുളകവും പൂക്കളും മറക്കുകയില്ല. ഇതിനു വേണ്ടിയുള്ള ആസൂത്രണം അചുംബിതമാണ്, അപ്രമേയമാണ്, അതുല്യമാണ്, അനന്യസാധാരണമാണ്. ഞാൻ ഓർക്കുന്നു, ഇന്നത്തെ ഈ സമ്മേളനത്തിന് വേണ്ടി നിങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലിയും സെക്രട്ടറി സുബൈർ അടക്കമുള്ള സഹപ്രവർത്തകരും നിങ്ങളുടെ നേതാക്കൾ നിങ്ങൾ അതിനെ ആസൂത്രണം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വളരെ വ്യത്യാസമുള്ള ഒരു അടയാളമാണ് നിങ്ങൾ സ്വീകരിച്ചത്. ചന്ദ്രകലയും അതിൻ്റെ പരിസരത്ത് ചിതറിക്കിടക്കുന്ന പൂക്കളും. ഇത് വളരെ പ്രതീകാത്മകമാണ്. ഇത് വളരെ സൗന്ദര്യ പ്രകർഷം സൃഷ്ടിക്കുന്ന ചിഹ്നമാണ്. പൂക്കൾ സൃഷ്ടിക്കാനാണ് യൂത്ത് ലീഗ്. പൂക്കളുടെ ഉദ്യാനങ്ങളെ സൃഷ്ടിക്കാനാണ് യൂത്ത് ലീഗ്. സമാധാനത്തിന്റെ ഉദ്യാനങ്ങൾ ഈ നാടിന് നൽകിയവരാണ് ഇന്ത്യ ഭരിച്ച പല ചക്രവർത്തിമാരും. ബാബർ ചക്രവർത്തി ഉദ്യാന നിർമ്മാണത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. ഇന്ത്യയിൽ ബാബർ തകർക്കപ്പെട്ട ഒരു ആരാധനാലയത്തിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്കയിൽ അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ഉദ്യാന നിർമ്മാതാവ് എന്ന നിലയിലാണ്. അതാണ് ചരിത്രം, അതാണ് പൈതൃകം, അന്തസ്സാർന്ന പൈതൃകമാണ്. ഇന്നും രാഷ്ട്രപതി ഭവനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂന്തോട്ടത്തിന്റെ പേര് മുഗൾ ഗാർഡൻസ് എന്നാണ്. ഉദ്യാനങ്ങൾ നമുക്ക് നിർമ്മിക്കണം ഈ രാജ്യത്ത്. നന്മയുടെ ഉദ്യാനങ്ങൾ, ഹിന്ദു മുസ്ലിം മൈത്രിയുടെ, സമുദായ മൈത്രിയുടെ ഉദ്യാനങ്ങൾ, ദേശീയതയുടെ ഉദ്യാനങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ ഉദ്യാനങ്ങൾ. അത് തീർക്കാനാണ് യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ ഈ ഐഡിയൽ യൂത്ത് കോറിൽ അണിചേർന്നിട്ടുള്ളത്. പിച്ചാക്കത്തി കൊണ്ട് സ്വന്തം സഹോദരന്റെ നെഞ്ചത്ത് വരക്കാനല്ല യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ ഇന്ന് കോഴിക്കോട്ടേക്ക് മാർച്ച് ചെയ്തത്. സ്വന്തം സഹോദരനെ വേട്ടയാടാനല്ല. ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമര പാരമ്പര്യം KSRTCയുടെ ടയർ കുത്തിക്കീറിയ പാരമ്പര്യം മാത്രമാണെങ്കിൽ യൂത്ത് ലീഗിന്റെ പാരമ്പര്യം വ്യത്യസ്തമാണ്. യൂത്ത് ലീഗിന്റെ പാരമ്പര്യം രോഗിക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത പാരമ്പര്യമാണ്. ക്യാൻസർ രോഗിയെ ചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കൈപിടിച്ച് നടത്തിയ പാരമ്പര്യമാണ്. സേവനത്തിന്റെ വഴിത്താരയിൽ ഇതിഹാസം തീർത്ത പാരമ്പര്യമാണ്. ഇത് മരിക്കാത്ത ആദർശമാണ്. അത് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ഉച്ചസ്ഥരം ഈ മുദ്രാവാക്യം ഉദ്ഘോഷിക്കുന്നത്. നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെല്ലാവരും ഇവിടെയുള്ളത്, പ്രസംഗിക്കാനല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ യശോധവളിമ, ആദർശത്തിൻ്റെ യശോധാവല്യം, നന്മയുടെ യശോധാവല്യം, ആദർശവൽകൃത സമൂഹത്തിൻ്റെ യശോധാവല്യം, ഇന്ത്യയുടെ യശോധാവല്യം, ഇസ്ലാമിൻ്റെ യശോധാവല്യം, അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ ആഞ്ഞടിക്കേണ്ടപ്പോൾ ആഞ്ഞടിക്കാനും വിശ്രമം കൊള്ളേണ്ടപ്പോൾ വിശ്രമം കൊള്ളാനും പഠിപ്പിക്കുന്ന തിരമാലയിൽ നിന്നാണ് നാം പാഠം ഉൾക്കൊള്ളുന്നത്. ഇവിടെ ഒരു വെള്ളക്കടലും പച്ചക്കടലും, കോഴിക്കോട്ട് കടപ്പുറത്ത് ഈ രാത്രിയും ഇവിടെ ആദർശത്തിന്റെ ഉണർവുമായിട്ട് നിൽക്കുമ്പോ ഈ കടപ്പുറം നമ്മോട് മന്ത്രിക്കുന്ന സന്ദേശമുണ്ട്. പായക്കപ്പലിൽ വന്നണഞ്ഞ പൂർവീകരുടെ സന്ദേശം. അവർ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ടാണ് വന്നണഞ്ഞത്. അവർ ഈ നാട്ടിൽ നിർമ്മിച്ചത് നന്മകളാണ്. നമുക്ക് ആ മണിസൗധങ്ങൾ പുനർനിർമ്മിക്കണം. നമുക്ക് പുതിയ ഒരു ആദർശം തീർക്കണം. ഇന്ത്യ ലോകത്ത് മഹത്തായ ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ പേരിൽ അപമാനം കൊള്ളാൻ ഒന്നുമില്ല. ഇന്ത്യക്കാരായി പിറന്നതിൽ അഭിമാനം കൊള്ളാൻ മാത്രമേ നമുക്കുള്ളൂ. ഇന്ത്യ അത്ഭുതങ്ങൾ വിടർത്തിയ രാജ്യമാണ്. ഏറ്റവും വലിയ ഹിന്ദുവിനെ ഏറ്റവും വലിയ മതേതരവാദിയാക്കിയ രാജ്യമാണ്. ആധുനിക ഇന്ത്യ നൊന്ത് പ്രസവിച്ച ഏറ്റവും മഹാനായ അതിൻ്റെ പുത്രൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്, മറ്റാരുമല്ല. അദ്ദേഹം അടിയുറച്ച ഹിന്ദുവായിരുന്നു. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമായിരുന്നു ആ ജീവിതം.
ഹേ റാം എന്നായിരുന്നു ഗാന്ധിജി നഥുറാം ഗോഡ്സെയുടെ വെടിയുണ്ടകൾ നെഞ്ചത്തേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഒടുക്കം ചൊല്ലിയ വാക്കുകൾ. മുസ്ലിം പക്ഷപാതിയായതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് കൊന്നവൻ പറഞ്ഞിട്ടുള്ള ന്യായം. അദ്ദേഹം മുസ്ലിം പക്ഷപാതി എന്നോ ആരുടെയും പക്ഷപാതിയായിരുന്നില്ല, മനുഷ്യത്വത്തിൻ്റെ പക്ഷപാതിയായിരുന്നു. ഹിന്ദുവായി ജീവിച്ച, ഹിന്ദുവായി ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാത്മാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്യുലറിസ്റ്റായി, ഏറ്റവും വലിയ മതേതരവാദിയായി. അത് തന്നെ ഇസ്മായിൽ സാഹിബ് പഠിപ്പിച്ചു. മുസൽമാനായിരിക്കുക, ഇന്ത്യക്കാരനായിരിക്കുക, മതേതരവാദിയുമായിരിക്കുക. ബാഫയ്ക്ക് തങ്ങളും സീതി സാഹിബും പൂക്കോയ തങ്ങളും പഠിപ്പിച്ചു. CHന്റെ മണിമന്ത്ര നിസ്വനം അതിന് ചരിത്രത്തിൽ അതുല്യതയാർന്ന വ്യാഖ്യാനം നൽകി. CHന്റെ സ്വരധാരയിലൂടെ നിലാവ് പോലെ ആ സൗന്ദര്യം ഒഴുകി. അത് ഈ കോഴിക്കോട്ട് കടപ്പുറം ശ്രവിച്ചു പലതവണ. തലമുറകൾ അത് നെഞ്ചിലേറ്റി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ വന്ന ഒരു വസന്ത പൂർണിമ അതിന് പുതിയ ആഖ്യാനവും വ്യാഖ്യാനവും ആവിഷ്കാരവും നൽകി. അതിൽ നിന്നാണ് യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ പുതിയ വിളക്കുകൾ കത്തിച്ചെടുക്കുന്നത്. ഓം പൂർണ്ണമിദം പൂർണ്ണമിദസ്യ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ഒരു പൂർണ്ണതയിൽ നിന്ന് 1000 പൂർണ്ണതകൾ ജന്മം പ്രാപിക്കും. ഒരു വിളക്കിൽ നിന്ന് 1000 തിരികൾ കൊളുത്തിയെടുക്കും. പക്ഷേ ഏത് വിളക്കിൽ നിന്നാണോ തിരികൾ കൊളുത്തിയത്, ആ വിളക്കിന്റെ തിരിക്ക് ഒരു ക്ഷീണവും വരുന്നില്ല. അത് അതേപോലെ തന്നെ തെളിഞ്ഞു കത്തുന്നു. 1000 ദീപങ്ങൾക്ക് വെളിച്ചം കൊടുത്ത ശേഷവും അതേ ധവളിമയോടെ പ്രകാശത്തോടെ കത്തുന്ന അസുലഭ ദീപമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആദർശത്തിന്റെ മന്ത്രം. നിങ്ങൾ ഏറ്റെടുത്ത ഈ മുദ്രാവാക്യം ആരെയെങ്കിലും ആക്ഷേപിക്കാനല്ല, ആരുടെയെങ്കിലും മേനിയിൽ അക്രമം കാട്ടാനല്ല, പൊതുമുതൽ നശിപ്പിക്കാനല്ല. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം സമരം ചെയ്യുന്നുവെന്ന് കേൾക്കുമ്പോൾ പോലീസ് സേനക്ക് നെഞ്ചിടിപ്പാണ്. സാദിഖ് അലിയുടെ, സുബൈറിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിന്റെ കുട്ടികൾ ഇന്ന് കോഴിക്കോട്ടേക്ക് മാർച്ച് ചെയ്യുന്നുവെന്ന് കേട്ടപ്പോൾ കോഴിക്കോട്ട് പോലീസിനുണ്ടായത് നെഞ്ചിടിപ്പല്ല, സമാധാനത്തിന്റെ ഒരു പുതിയ സൂര്യോദയത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന രാജ്യസ്നേഹത്തിന്റെ ധർമ്മം, ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ മർമ്മം, ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന മാനവത്വത്തിന്റെ മഹാധർമ്മം. ആ പാതയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് മൈലുകൾ നടന്ന് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ ആ പൂർവീകനെ ഓർക്കുക. നമുക്കൊരുപാട് നടന്ന് നീങ്ങാനുണ്ട്. നന്മ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നടന്ന് നീങ്ങണം. സ്വാതന്ത്ര്യവും മതേതരത്വവും ഇവിടെ ഉറപ്പുവരുത്തണം. ഒന്നിൻ്റെ പേരിലും ക്ഷീണിക്കേണ്ട കാര്യമില്ല, ശിരസ് കുനിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു യഹൂദൻ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന്. യഹൂദികളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവർ മദീനയിൽ പരിശുദ്ധ പ്രവാചകന്റെ മാർഗത്തിന് സത്യപ്രബോധനം ഉണ്ടായപ്പോൾ ഒരുപാട് തടസ്സം സൃഷ്ടിച്ചവരാണ്. പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്തുവെന്നറിയുമോ? ആ യഹൂദന് 2 മലകൾക്കിടയിലുള്ള ആട്ടിൻകൂട്ടത്തെ മുഴുവൻ ദാനം ചെയ്തു. 2 മലകൾക്കിടയിലുള്ള ആട്ടിൻപറ്റം എണ്ണാൻ കഴിയാത്തത് കൊണ്ട് ചരിത്രകാരൻ എഴുതി വെച്ചു, 2 മലകൾക്കിടയിലൂടെ മേഞ്ഞിരുന്ന മുഴുവൻ ആടുകളെയും യഹൂദന് ദൈവദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ദാനം ചെയ്തു. 1500 കൊല്ലം മുമ്പ്. എന്തെങ്കിലും തരുമോ എന്ന് വന്ന് ചോദിച്ച യഹൂദന് തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആട്ടിൻപറ്റത്തെ മുഴുവൻ ദാനം ചെയ്ത്. ഞങ്ങൾ മനസ്സിലാക്കുന്ന മതേതരത്വം അതാണ്, മതനിരാസമല്ല. പാഠശാലയിൽ പഠിപ്പിച്ചവർ മഹത്തുക്കളാണ്. സീതി സാഹിബ് ഉണ്ടായിരുന്നു. ഇവിടെ ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ അവരുടെ ചരിത്രങ്ങളിലൂടെ നമ്മുടെ ഓർമ്മയെ കൊണ്ടുപോയി. പൂക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു, ബാഫയ്ക്ക് തങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ക്ഷീണിക്കേണ്ടതായ ഒരു കാര്യമില്ല. SK പൊറ്റക്കാടിനെ പാർലമെന്റിൽ എത്തിക്കാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. ആ കാലഘട്ടത്തിൽ നന്ദി പറയാൻ വേണ്ടി SK പൊറ്റക്കാട് ബാഫയ്ക്ക് തങ്ങളുടെ അടുക്കൽ ചെന്ന് സന്ദർശിച്ചപ്പോൾ ബാഫയ്ക്ക് തങ്ങൾ ആവശ്യപ്പെട്ടത്
നിങ്ങൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന് എന്തെങ്കിലും എഴുതി തന്നാൽ മതി, വേറെ ഒരു നന്ദിയും SK പൊറ്റക്കാട്ടിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. അക്ഷരങ്ങളെ വികസിപ്പിച്ച പ്രസ്ഥാനം, പാഠശാലകളെ വളർത്തിയ പ്രസ്ഥാനം, സർവകലാശാലകളെ വളർത്തിയ പ്രസ്ഥാനം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് CH കല്ലിടുന്ന ചിത്രമുണ്ട്. അവിടെ ഒരു തലയെക്കെട്ടുകാരൻ തല താഴ്ത്തി നിൽക്കുന്ന ചിത്രമുണ്ട്. ബാഫയ്ക്ക് തങ്ങളുടെ സാന്നിധ്യത്തിലാണ് ആ മണിസൗധം, മലബാറിലെ ഏറ്റവും വലിയ അറിവിന്റെ മണിസൗധം ഉയർന്നു വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ യുവാക്കളുടെ സേന ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കാൻ, ജനാധിപത്യം കാത്തുരക്ഷിക്കാൻ, ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മന്ത്രം ഇവിടെ കാത്തുരക്ഷിക്കാൻ. അന്യായമായിട്ട് സമരം ചെയ്യേണ്ടവരല്ല നമ്മൾ. ന്യായമായിട്ട് സമരം ചെയ്യേണ്ട ഘട്ടം വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പോയിട്ടുള്ളവരുമല്ല. മുമ്പ് കാലത്തും യൂത്ത് ലീഗ് അത് ചെയ്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ തെരമാലയെ പോലെ പ്രവർത്തിക്കുന്നവനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ. കഭി ദറിയ സേ മിസ്ല മോജ് ഉഭർ കർ, കഭി ദറിയ കെ സീനെ മേ ഉതർ കർ, കഭി സാഹിൽ സെ ഗുസർ കർ, ഖുദി അപ്നി കോ ഫാഷ് തർ കർ. ചിലപ്പോൾ തിരമാല പോലെ ആഞ്ഞടിച്ചും, ചിലപ്പോൾ തിരമാല പോലെ കടലിന്റെ മാരുടത്തിൽ വിശ്രമിച്ചും, ചിലപ്പോൾ ഈ തീരം വിട്ട് മറ്റേ തീരത്തേക്ക് പ്രയാണം ചെയ്തും നീ നിന്റെ സ്വത്വത്തെ നിർണയിക്കുക. തിരമാല ആഞ്ഞടിക്കുമ്പോൾ തിരമാല തിരമാലയാകും. ആഞ്ഞടിക്കേണ്ട ഘട്ടത്തിൽ മാത്രം. വിശ്രമിക്കേണ്ടി വരുമ്പോൾ കടലിന്റെ മാരുടത്തിൽ പെറ്റ തള്ളയുടെ മാറിൽ വിശ്രമിക്കുന്ന കൊച്ചു ശിശുവിനെ പോലെ സൗമ്യമായിട്ട് കിടക്കുന്നതും തിരമാലയാണ്. അതാണ് യൂത്ത് ലീഗ് പ്രസ്ഥാനം. ആ തിരമാലയായി, നന്മയുടെ തിരമാലയായി, നന്മയുടെ അലമാലയായി, സമാധാനത്തിന്റെ അലമാലയായി ആഞ്ഞടിക്കാൻ യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ രാത്രിയുടെ ഇതിഹാസത്തിന് നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്ക് ഉണ്ടായിരിക്കട്ടെ. പല സൂര്യന്മാരും ഉദിക്കുന്നത് ഇരുണ്ട രാത്രിയുടെ ഗർഭഗൃഹത്തിൽ നിന്നാണ്, പാതിരാവിന്റെ മടിത്തട്ടിൽ നിന്നാണ്. ഇന്നത്തെ രാത്രി കോഴിക്കോട്ട് കടപ്പുറത്തുണ്ടായിട്ടുള്ള സൂര്യോദയം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ യുവജന രാഷ്ട്രീയത്തിന്റെ അരമനകളിലേക്ക് അടിച്ചു വീശുന്ന വെളിച്ചത്തിന്റെ കൂലംകുത്തി ഒഴുക്കായി തീരാൻ പ്രാർത്ഥനാ നിമഗ്നരായിട്ടാണ് നമ്മൾ ഈ കടപ്പുറത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഞാൻ അല്ലാമ ഇക്ബാലിന്റെ ഒരു കാവ്യശകലം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഫ്താബ് താജ പൈദാ ബത്ന ഗീതി സഹുവ. ഭൂമിയുടെ ഗർഭത്തിൽ നിന്നൊരു പുതിയ സൂര്യൻ ഉദിച്ചുയർന്നു. ആസ്മാൻ ഡൂബേ ഹുവേ താരോം ക മാതം കബ് തക്. മിന്നി മറഞ്ഞ നക്ഷത്രങ്ങളെ ഓർത്ത് ആകാശം എത്ര കാലം കരയും. ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ അസ്തമിക്കും. യൂത്ത് ലീഗ് ഉദയം കൊള്ളുമ്പോൾ ആവശ്യമില്ലാത്ത പലതും അസ്തമിച്ചു പോകും. പലതിൻ്റെയും അസ്തമനമാണ് ഒരു ഉദയം. ആ അസ്തമയത്തിൽ ദുഃഖിക്കാൻ ആകാശമുണ്ടാവുകയില്ല. ഈ ഉദയത്തെ വരവേൽക്കാൻ ഭൂമിയുണ്ട്, മാനമുണ്ട്, ഒരുപാട് മനുഷ്യ ഹൃദയങ്ങളുണ്ട്. ആ സുന്ദര മുഹൂർത്തത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് സാദിഖ് അലിയുടെയും CK സുബൈറിന്റെയും നേതൃത്വത്തിൽ കോഴിക്കോട്ട് പട്ടണത്തിൽ 10,000-ങ്ങളെ യാതൊരുവിധ അച്ചടക്ക ലംഘനവുമില്ലാതെ ഇത്ര സുന്ദരമായി രാത്രി 10 മണി ആകിലേക്ക് നീങ്ങുന്ന സമയത്ത് പോലും ഒരനക്കമില്ലാതെയുള്ള ഇത്രയും ശാന്ത സമ്പൂർണമായ ഒരു സദസ്സും ഒരു പ്രകടനവും സംഘടിപ്പിക്കാൻ യൂത്ത് ലീഗിനല്ലാതെ കേരളക്കരയിൽ ഇത്ര വലിയ ഒരു ജനകീയ യുവജന പ്രസ്ഥാനത്തിന് യൂത്ത് ലീഗിനല്ലാതെ കഴിയില്ല എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.